blessing today. വളരെ നല്ല പ്രോഗ്രാമാണ്. അനേകർക്ക് ഇതൊരു ആശ്വാസവും സാമ്പത്തികമായ അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. മറ്റെല്ലാ പ്രോഗ്രാമിൽ വെച്ചും ഏറ്റവും നല്ല പ്രോഗ്രാമാണ്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. എല്ലാ ദിവസവും പല പല സ്പോൺസേഴ്സ് മുന്നിലേക്ക് വന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന വലിയ സന്തോഷമുണ്ട്. അവരോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ആദ്യമായി എറണാകുളത്ത് നിന്നുള്ള വെൽവിഷറാണ്, തൻ്റെ ബർത്ത്ഡേ നാളെയാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഇൻ അഡ്വാൻസ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമായി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് തന്നെ അനുഗ്രഹിക്കുന്നു. തൻ്റെ ജന്മദിനവും തുടർന്നുള്ള സംവത്സരങ്ങളും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 മക്കളെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കണേ. സകല അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. നല്ലൊരു ഭാവി കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ കർത്താവ് എല്ലാ നിലകളിലും ആരോഗ്യം കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ആത്മീയമായ അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കുന്നതിനാൽ നന്ദി പറയും, യേശുവിൻ നാമത്തിൽ തന്നെ. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിൽ നിന്ന് കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് TP കൃഷ്ണനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തനിക്ക് ആരോഗ്യം നൽകണമേ. ബാക്ക് പെയിൻ പരിപൂർണമായി സൗഖ്യമാകട്ടെ. ലെഗ് പെയിൻ പരിപൂർണമായി സൗഖ്യമാകട്ടെ. മറ്റ് രോഗങ്ങളും തൻ്റെ ശരീരത്തെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, തൻ്റെ ബിസിനസ്സിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവെ അങ്ങ് നൽകുമാറാകണമേ. തൻ്റെ സഹോദരൻ്റെ മകൻ വിപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിപിൻ്റെ സഹോദരി വിജിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ആ ദാമ്പത്യ ജീവിതം പ്രയാസപ്പെടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് പൈതങ്ങൾ പിറക്കേണ്ടതിന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെ അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മംഗലാപുരം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 7 വെള്ളിയാഴ്ച. സമയം വൈകിട്ട് 5 മുതൽ. ഡോൺ ബോസ്കോ ഹാൾ, അമ്പൻകട്ട, ജ്യോതി സർക്കിളിന് സമീപം, മംഗലാപുരം. കണ്ണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 8 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നവനീതം ഓഡിറ്റോറിയം, ചിന്മയ ബാലഭവന് സമീപം, കണ്ണൂർ. ബ്രദർ സിസ്റ്ററിൻ്റെ പേര് കൗസല്യ ചന്ദ്രൻ എന്നാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി തൻ്റെ ശരീരത്തിൽ ചൊറിഞ്ഞ് തടിച്ച് ശരീരം മുഴുവനും, ഒരു ഭാഗത്തല്ല ശരീരം മുഴുവനും ചൊറിഞ്ഞ് തടിച്ച് പൊള്ളിയതുപോലെ കുമള വരുമായിരുന്നു. അതെ, തൻ്റെ ശരീരം നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ആ പാടുകൾ മുഴുവനുണ്ട്. ശരീരം മുഴുവൻ കുമള പോലെ പൊന്തി വരുമായിരുന്നു. ഒരു വർഷമായിട്ട് ഈ അസുഖമുണ്ടായിരുന്നു. താൻ പറയുന്നത് എങ്ങനെയാണ്, ഇതുമൂലം തനിക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും സാധിക്കുകയില്ല. ശരീരം മുഴുവനും ഭയങ്കര വേദനയായിരുന്നു. ആയുർവേദ മരുന്നാണ് ഇതിന് കാണിച്ചത്. വൈദ്യന്മാർ വിഷം എന്തോ ഉള്ളിൽ ചെന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞ് അതിനുള്ള ചികിത്സയായിരുന്നു നടത്തിയിരുന്നത്. ഈ സഹോദരി പറയുന്നത് എങ്ങനെയാണ്, മരുന്ന് കുറേ കഴിച്ചു. പക്ഷേ ഈ സഹോദരി അതിൻ്റെ കൂടെ തന്നെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം നാളുകളായി തന്നെ കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2013 ഡിസംബർ മാസത്തിന് തൊട്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ, ഡേറ്റ് കൃത്യമായി ഓർക്കുന്നില്ല, അന്ന് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്: ശരീരത്തിൽ വയലറ്റ് നിറത്തിലുള്ള പാടുകളുള്ള സഹോദരി സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. ആ സമയം ഈ ശരീരം മുഴുവനും ഏകദേശം ആ ചൊറിഞ്ഞ് തടിച്ച് വയലറ്റ് നിറമായിരുന്നു. ചോര ഇതുപോലെ ആയി ക്ലോട്ട് ചെയ്ത് അതൊന്ന്
ഡാർക്ക് കളറായി അതെ 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 നിൽക്കുന്ന സമയത്തായിരുന്നു. സഹോദരി പറയുന്നത് അപ്പോൾ തന്നെ താൻ TV സ്ക്രീനിലോട്ട് കൈനീട്ടി പിടിച്ചു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ തൻ്റെ കൈയുടെ അടിഭാഗത്തായിട്ട് ഒരു കുരു ഇതുപോലെ തടിച്ചു വീർത്തു. അതിൽ നിന്ന് അത് പൊട്ടി കുറേ വെള്ളം പുറത്തോട്ട് വന്നു. ഈ സഹോദരി വളരെ പെട്ടെന്ന് പേടിച്ചു പോയി. ഇത് എന്താണ്, മറ്റു എന്തെങ്കിലും രോഗമാണോ എന്ന് വരെയും ചിന്തിച്ചു. പക്ഷേ അത് ലാസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ശരീരത്തിലെ എല്ലാ പാടുകളും മാറി പൂർണ്ണ സൗഖ്യത്തോടു കൂടിയാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതിനർത്ഥം കഴിഞ്ഞ ഡിസംബറിൽ 2013 ഡിസംബറിന് മുൻപായിട്ട് ഒരു പ്രാർത്ഥനയല്ല പറഞ്ഞത്. വയലറ്റ് പുള്ളികളുള്ള മകളെ ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തണം ഇപ്പൊ വന്ന്. പക്ഷെ അതിനുശേഷം പിന്നെ ഇത് വന്നിട്ടില്ല. അതിനുശേഷം ഈ പുള്ളികളും അല്ല ഒരു പൊളങ്ങൾ വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം വന്നിട്ടില്ല, മാറി സുഖപ്പെട്ടു. ഹല്ലേലൂയ. കഴിഞ്ഞ ഡിസംബറിൽ കർത്താവ് കൊടുത്ത സൗഖ്യമാണ്. ഇത്രയും മാസങ്ങൾ സൗഖ്യത്തോടുകൂടെ ഈ അമ്മ ജീവിച്ചു. എത്ര പേർ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരിക്കൽ കൂടെ നമുക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുമ്പോൾ തന്നെ സ്കിൻ ഡിസീസുകൾ ഏതാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതല്ല മറ്റു രോഗങ്ങളാണെങ്കിൽ അവിടെയും കർത്താവ് സൗഖ്യം കൊടുക്കണമേ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഈ അമ്മയെ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എന്നേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് റിസീവ് എ ന്യൂ നേച്ചർ, അല്ലെങ്കിൽ ഒരു പുതിയ സ്വഭാവത്തെ സ്വീകരിക്കുക. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു മാറ്റം വേണം. മദ്യപിക്കുന്ന എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇത് ശരിയല്ല, എനിക്ക് നല്ലവനാകണം, ഭാര്യയെ സ്നേഹിക്കണം, കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു പിതാവാകണം. എല്ലാവർക്കും അറിയാം. പുകവലിക്കുന്ന എല്ലാവർക്കും അറിയാം ചങ്ക് പോവും, കരൾ പോവും, ലങ്സ് പോകും, പലതും നശിക്കും, ക്യാൻസർ വരാം. അതിനേക്കാൾ ദോഷമാണ് പുകവലിക്കുന്നവരോട് കൂടെ ജീവിക്കുന്നവർ. അവർക്കും മാരക രോഗങ്ങൾ പിടിപെടാം. നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട എല്ലാവർക്കും അറിയാം ചങ്ങലയിലാണ്, ബന്ധനത്തിലാണ്. പുറത്തു വരാൻ ആഗ്രഹമുണ്ട്. നല്ല സ്വഭാവങ്ങളുടെ ഉടമയായി തീരാൻ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ജീവിതത്തിലൊരു മാറ്റം വേണം. ഞാനിത് സാധാരണ പറയാറുണ്ട്. ഒബാമ, അമേരിക്കൻ പ്രസിഡൻറ്റ് ബറാക്ക് ഒബാമ അമേരിക്കയെ പിടിച്ചെടുത്തത് ഒരൊറ്റ വാക്കുകൊണ്ടാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, വർഷങ്ങൾക്ക് മുമ്പ് പ്രചാരണം നടക്കുന്ന സമയത്ത് എല്ലായിടങ്ങളിലും പ്ലാക്കാർഡുകളുമായി വലിയ ജനസമൂഹങ്ങൾ വന്ന് അവരാകെ ഉയർത്തിപ്പിടിക്കുന്ന ചേഞ്ച് എന്നുള്ളൊരൊറ്റ വാക്ക് മാത്രമാണ്. ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയെ പിടിച്ചെടുത്തത്. എന്നാൽ ഞാനിവിടെ നിൽക്കുന്നത് അതിനേക്കാൾ വലിയ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ്. നമ്മുടെ യേശു ലോകചരിത്രത്തെ മുഴുവൻ, തലമുറകളെയും മുഴുവൻ പിടിച്ചെടുക്കുന്നത് ഒരു വലിയ മാറ്റം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ചുമ്മാ പറയുകയല്ല, അവൻ നൽകുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് മാറ്റം വരുത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ വേൾഡ് റെക്കോർഡ് ഉള്ളത് നമ്മുടെ യേശുവിനാണ്.
ഒന്നുകൂടി പറഞ്ഞോട്ടെ, ലോകചരിത്രം മൊത്തം എടുത്താൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് മാറ്റം ഉണ്ടാക്കിയ, സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശുവാണ്. ഹല്ലേലൂയ. യേശുവുമായി ഒരു പ്രാവശ്യമെങ്കിലും കണ്ടുമുട്ടാൻ, യേശുവുമായി ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ആർക്കെങ്കിലും ഒരു അവസരം ഉണ്ടായാൽ ആ നിമിഷം ആ വ്യക്തി മാറിയിരിക്കും. ഏറ്റവും നല്ലൊരു ഉദാഹരണം, ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും സഭകളിലുള്ള ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് പോയിരുന്നൊരു മനുഷ്യനായിരുന്നു സാവുൾ, അല്ലെങ്കിൽ ഷൗൽ എന്ന് വിളിക്കുന്നൊരു വ്യക്തി. ഒരു ദിവസം നടു റോഡിൽ വെച്ച് ഡമാസ്കസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഹൈവേയിൽ വെച്ച് അദ്ദേഹം കുതിരപ്പുറത്ത് പോകുമ്പോൾ യേശു കർത്താവ് പട്ടാപ്പകൽ ഉച്ച സമയത്ത് മുകളിൽ സൂര്യൻ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയ തേജസ്സോടെ, പ്രഭയോടെ, ശോഭയോടെ യേശു അവിടെ ഇറങ്ങി വന്നു. കുലപാതകം നിശ്വസിച്ചുകൊണ്ട് മുന്നിലോട്ട് പൊക്കൊണ്ടിരുന്ന ഈ സാവുൾ എന്ന് പറയുന്ന വ്യക്തി കുതിരപ്പുറത്ത് നിന്നും താഴെ വീണു. എഴുന്നേറ്റപ്പോൾ കണ്ണ് കാണാൻ സാധിക്കുന്നില്ല. അനനിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് അദ്ദേഹം നടത്തപ്പെട്ടു. അനനിയാസ് അദ്ദേഹത്തിൻ്റെ കൈ വെച്ച് അദ്ദേഹത്തിൻ്റെ ശിരസിൽ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ എന്തോ താഴെ വീണു. അദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചു. അത് മുതൽ ആ വ്യക്തിയുടെ സ്വഭാവം മാറി. എല്ലാം പറഞ്ഞ് സ്വഭാവം മാറി. എല്ലാവരും ഉറക്കെ പറഞ്ഞാൽ സ്വഭാവം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അതുപോലെ കർത്താവ് എന്നെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ എനിക്കൊരു നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായി മാറാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ? ആഗ്രഹമുള്ളവർ കൈകൾ ഉയർത്തി യേശുവിനെ കാണിച്ചുകൊണ്ട് പറ, കർത്താവേ എന്നെയും അതുപോലെ ഒന്ന് മാറ്റണമേ. അനേകരുടെ സാക്ഷി കേട്ടിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിച്ചിട്ടില്ല. ഇതുപോലെ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു. ആരും അറിയാതെ അവരുടെ മദ്യപാനത്തിൻ്റെ സ്വഭാവം മാറിപ്പോയി. അതിൻ്റെ അർത്ഥം ആരും ഒന്നും ചെയ്തില്ല, കൗൺസിലിംഗ് കൊടുത്തില്ല, ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയില്ല, ഞാനും പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥനയുടെ നടുവിൽ വന്ന് അവർ ദൈവത്തോട് പറഞ്ഞ് എനിക്കൊരു മാറ്റം കിട്ടിയാൽ കൊള്ളാം. അവർ പോലും അറിയാതെ ആ മദ്യപാനത്തിൻ്റെ ആസക്തി അവരെ വിട്ടുപോയി. എന്നിട്ട് പിന്നെ മദ്യം എന്ന് പറയുന്നത് ഭയങ്കരമായ വെറുപ്പായി മാറി. അതുവരെ മദ്യഷാപ്പുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ അങ്ങോട്ട് പോകാനേ ഇഷ്ടപ്പെടുന്നില്ല. അകത്ത് അതിനോടൊരു വെറുപ്പ് വന്നു. ഈ മാറ്റം കൊണ്ടുവരുവാൻ യേശുവിന് സാധിക്കും. മദ്യപാനത്തിൽ നിന്ന് മാത്രമല്ല, ഏത് ദുസ്വഭാവത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ യേശുവിന് സാധിക്കും. അതുകൊണ്ടാണ് യേശു ജനിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ചു, അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്നും വിടുവിക്കുവാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. യേശുവാ എന്ന് എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. എന്ന് വെച്ചാൽ പാപങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 വചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാനായി നൽകപ്പെട്ട വേറെ ഒരു നാമം ഇല്ല. ഏതാണ് ആ നാമം? ഉറക്കെ, യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല നാം രക്ഷിക്കപ്പെടുവാൻ, പാപങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പുതിയ സ്വഭാവത്തെ, ഒരു പുതിയ നേച്ചർ ലഭിക്കുവാൻ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരം യേശു നൽകുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളത്, പലരുടെ രോഗസൗഖ്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു നമ്മൾ കേൾക്കുന്നു. ഇതെല്ലാം ദൈവത്തിലേക്ക് ജനമൊന്ന് ആകർഷിക്കപ്പെടാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത്ഭുതങ്ങളല്ല പ്രധാനപ്പെട്ടത്, അടയാളങ്ങളല്ല പ്രധാനപ്പെട്ടത്, വീര്യപ്രവൃത്തികളല്ല പ്രധാനപ്പെട്ടത്, രോഗസൗഖ്യമല്ല പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അകത്ത് വരേണ്ട മാറ്റമാണ്. ഞാൻ പറഞ്ഞത് എത്ര പേർ ശ്രദ്ധിച്ചു? ഹല്ലേലൂയ. രോഗസൗഖ്യം കിട്ടിയില്ല, രോഗിയായി മരിച്ചു പോയാലും കുഴപ്പമില്ല, പക്ഷെ അകത്ത് ഒരു മാറ്റമില്ലെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവ് നഷ്ടമായി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ ലോകം മുഴുവൻ നിങ്ങൾ നേടി, അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ എല്ലാം നേടി, പക്ഷേ പ്രാണനെ നഷ്ടമായാൽ, ജീവനെ നഷ്ടമായാൽ, ആത്മാവിനെ നഷ്ടമായാൽ, നിത്യത നഷ്ടമായാൽ ആ മനുഷ്യന് പിന്നെ എന്ത് പ്രയോജനം?
എല്ലാം നഷ്ടമായില്ലേ? അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന ആത്മാവ് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ എനിക്ക് സാധ്യമല്ല. ഹലോ, എനിക്ക് സാധ്യമല്ല. നിത്യജീവൻ നൽകാൻ കഴിയുന്നത് യേശു എന്ന രക്ഷകന് മാത്രമാണ്. വലത്തെ കൈ ഉയർത്തിപ്പിടിച്ച് പറയാം, എനിക്ക് ഉറക്കെ നിത്യജീവൻ നൽകുന്നത് യേശു മാത്രമാണ്. ഒന്നുകൂടെ, എനിക്ക് നിത്യജീവൻ നൽകുന്നത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. കൈകൾ അടിച്ചുകൊണ്ട് ഉറക്കെ ഹല്ലേലൂയ പറയാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ ചില വചനങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. ബുക്ക് ഓഫ് കൊലോസിയൻസ്. കൊലോസ്യ ലേഖനം പുതിയ നിയമത്തിലെ പൗലോസ് എഴുതിയൊരു ലേഖനമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വചനം നമുക്ക് ഈ സമയത്തൊന്ന് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ. സാധാരണ മരിച്ച ശേഷമാണ് ഉയർക്കുന്നത്, എല്ലാവർക്കും അറിയാം. ചത്താൽ മാത്രമേ ഉയർക്കാൻ പറ്റൂ. യേശു മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ആ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മീയ മരണത്തെക്കുറിച്ചും ആത്മീയമായ ഉയർപ്പിനെക്കുറിച്ചുമാണ്. ആകയാൽ വായിച്ചേ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. യേശു ബത്ലഹേമിൽ പിറന്നു. എത്ര പേര് കേട്ടിട്ടുണ്ട്? എല്ലാവരും കേട്ടിട്ടുണ്ട്. യേശു നസറത്തിൽ വളർന്നു എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട്? യേശു കുരിശിൽ മരിച്ചു എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട്? യേശുവിന് അതിനുശേഷം ഒരു കല്ലറയിൽ വെച്ചു എത്ര പേര് കേട്ടിട്ടുണ്ട്? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട്? അതിനുശേഷം ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു ഇവിടെ ചുറ്റിപ്പറ്റി നിന്നില്ല. എന്ത് പറഞ്ഞു? ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ ഞാൻ തിരികെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകുകയാണ്. ഇത് പറഞ്ഞ ശേഷം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ പതുക്കെ ഇവിടെ നിന്ന് മുങ്ങുകയല്ല യേശു ചെയ്തത്. പകരം ശിഷ്യന്മാരോട് എല്ലാവരോടും പറഞ്ഞു, ഒലിവ് മലയുടെ മുകളിൽ വരണം. ഒലിവ് മലയുടെ മുകളിൽ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ, എല്ലാവരും കണ്ണു തുറന്ന് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവസാനമായി അവരോട് പറയാനുള്ള ചില കാര്യങ്ങൾ യേശു പറഞ്ഞു. നിങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും പോകണം. നിങ്ങളിപ്പോൾ ആകെ ഈ പലസ്തീനിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷേ ലോകം മുഴുവൻ പോകണം. ഹലോ, ലോകം മുഴുവൻ പോകണം. ഇന്ത്യയിലും പോകണം. കേട്ടായിരുന്നോ? ഇന്ത്യയിൽ പോകണം, കേരളത്തിലും പോകണം, തൃശ്ശൂർ പോകണം. ഇതെല്ലാം യേശു അവരോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ. ഹലോ ഹലോ ഹലോ, എല്ലാവരും കണ്ണൂർ നിങ്ങളോട് നോക്കി. അവരെല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശുവിൻ്റെ പാദങ്ങൾ ഒലിവ് മലയുടെ പാറയുടെ മുകളിൽ ചവിട്ടി നിന്നിരുന്ന യേശുവിൻ്റെ കാലുകൾ 1 ഇഞ്ചോളം പൊങ്ങി വരുന്നവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പൊങ്ങുന്നു. 2 ഇഞ്ചോളം പൊങ്ങി, 5 ഇഞ്ചോളം പൊങ്ങി, 1 അടിയോളം പൊങ്ങി. പത്രോസും ഫിലിപ്പോസും അന്ത്രയോസും എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതാ കർത്താവ് മുകളിലേക്ക് പൊങ്ങി. ഒരു മേഘം വന്ന് അവനെ മറച്ചു. അവൻ എവിടെ നിന്ന് വന്നോ അവിടേക്ക് യേശു കയറിപ്പോയി. ഇനി എങ്ങോട്ടാ പോയത്? പിതാവിൻ്റെ അടുക്കിലേക്ക്, സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി. ഈ വചനത്തിൽ പറയുന്നത്, എന്നിട്ട് സ്വർഗീയ പിതാവിൻ്റെ വലതുവശത്ത് സിംഹാസനത്തിൽ അവൻ ഇരുന്നു. എല്ലാവരും പറഞ്ഞേ, യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു. അതുവരെ എന്ത് ചെയ്യുമായിരുന്നു? താഴെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം അവൻ ചെയ്തു. രോഗികളെ അവൻ സൗഖ്യമാക്കി, ദൈവരാജ്യം പ്രസംഗിച്ചു, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു വിട്ടു, വെള്ളത്തിന് മുകളിലൂടെ നടന്നു, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. ഇതെല്ലാം ചെയ്ത് നമുക്ക് വേണ്ടി മരിച്ച ശേഷം എല്ലാം പൂർത്തിയായി ക്രൂശിൽ കിടന്നവൻ പറഞ്ഞ ശേഷം
മുകളിൽ സ്വർഗീയ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എന്നിട്ട് പറയുകയാണ്, നിങ്ങളും ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഉയർത്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചുകൊള്ളുവിൻ. ഹലോ, അതിൻ്റെ അർത്ഥം ദിവസവും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെ ഈ പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടും, എന്ത് നേരവും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചിന്തിക്കണം. മാതാപിതാക്കളായാൽ ചിന്ത വരും, അതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കാരണം ബൈബിൾ പറയുന്നു, നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും നടന്നതുപോലെ അവർ വിവാഹം ചെയ്തും വിവാഹത്തിന് കൊടുത്തും എല്ലാം ചെയ്ത് അവസാനം ഒരു ആപത്ത് വന്നപ്പോൾ, ന്യായവിധി വന്നപ്പോൾ, ജലപ്രളയം ഉണ്ടായപ്പോൾ എല്ലാവരും മുങ്ങിച്ചെത്തു. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കരുത്. പകരം ഉയരത്തിലുള്ളത് കൂടെ ചേർത്ത് ചിന്തിച്ചു കൊള്ളണം. എല്ലാവരും വലത്തേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഉയർത്താവുന്നിടത്തോളം ഉയർത്തിക്കോ. ആരെങ്കിലും കൈ ഉയർത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൗഖ്യമാകും. അങ്ങ് പൊക്കിക്കോ, യേശുവിൻ്റെ നാമത്തിൽ പൊക്കിക്കോ. എന്നിട്ട് പറ, യേശു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ഇന്ന് മുതൽ ഞാൻ ചിന്തിക്കും. ഒന്നുകൂടെ, യേശു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ഇന്ന് മുതൽ ഞാൻ ചിന്തിക്കാം. ഹല്ലേലൂയ. കൈകൾ താഴെ ഇടാം. രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടക്കുന്നത് വരെ ഉറക്കത്തിലും കൂടെ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക. കൊടുക്കാനുള്ളവർക്ക് എങ്ങനെ കാശ് കൊടുക്കും, അടുത്ത മാസത്തെ ചിട്ടിയുടെ പണം വെക്കണ്ടേ, വീടൊന്ന് പുതുക്കി പണിയണ്ടേ, നല്ലൊരു സാരി വാങ്ങണ്ടേ, കുട്ടികളെ അടുത്തൊരു അഡ്മിഷൻ എടുക്കണ്ടേ, ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ഒരു ദിവസം ഇതിനെല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് വീഴും. കർത്താവ് പറയും, മോനെ കയറിപ്പോര്, മോളെ കയറിപ്പോര്, നിന്റെ സമയം തീർന്നു. ആ സമയത്ത് എങ്ങോട്ട് പോകണം? യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ആ ഇടത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ഇപ്പോഴും ഒരു പ്ലാനിങ് വേണമെന്ന്, അതുകൂടെ ചിന്തിക്കണം. ഇത് മാത്രം ചിന്തിച്ച് കറങ്ങി ജീവിച്ചാൽ പോരാ. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ എപ്പിസോഡ് കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ വലിയ മിറക്കിൾസ് കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കിൻ ഡിസീസുകളും അലർജികളും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കാം. ചില വ്യക്തികളുടെ അലർജികൾ ശരീരം മുഴുവൻ വല്ലാതെ ചൊറിച്ചിലും ചുവന്ന നിറത്തിൽ പാച്ചസും എല്ലാം വരികയും അപ്പോൾ തന്നെ ശ്വാസതടസ്സമൊക്കെ വരുന്ന അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കഴുത്തിന് പ്രയാസമുള്ള, കഴുത്തിന് കോളറൊക്കെ ധരിക്കുന്ന, സ്പോണ്ടിലൈറ്റിസോ പ്രയാസങ്ങളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതിൽ തന്നെ രശ്മി എന്നു പേരുള്ളൊരു സഹോദരിയെ, കഴുത്തിന് പ്രയാസമുള്ള രശ്മി, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ സഹോദരി സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോർമോണൽ ഇംബാലൻസസും പ്രയാസങ്ങളും ഉള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസിനെ. സന്ധിവാദം സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ബ്ലഡിനോട്, രക്തത്തോട് ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ആരുടെ പാസ്പോർട്ട് അതിനെ സംബന്ധിച്ച് ഭയങ്കരമായൊരു പ്രയാസത്തിലിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവർ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരട്ടെ. രേഖകൾ നഷ്ടപ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിഷയങ്ങൾ എന്തായിരുന്നാലും ദൈവം ഇപ്പോൾ കൈനീട്ടി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർ ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി യേശുവിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവർക്കായി പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായ കർത്താവ് പ്രവർത്തിക്കണമേ. മദ്യപാനികൾ സ്വതന്ത്രമാകട്ടെ. അതുപോലെ ഡ്രഗ്സിനടിമകളായവർ സ്വതന്ത്രമാകട്ടെ. വിവിധ പ്രയാസങ്ങളിലൂടെ പോകുന്നവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. ഈ സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചിലരെ യേശു കാണുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് വിടുതൽ തരും. കർത്താവെ, ഏത് പ്രയാസത്തിലിരിക്കുന്നവരെ അങ്ങ് കൈനീട്ടി ഇപ്പോൾ വിടുവിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ തീർച്ചയായും വന്ന് സംബന്ധിക്കണം. ഈ ഞായറാഴ്ച അനേക സ്ഥലങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക്
എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും തുടർച്ചയായി വന്ന് ദൈവവചനം പഠിക്കുകയും അനുഗ്രഹങ്ങളിൽ നിറയുകയും ചെയ്യുക. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പുസ്തകങ്ങളും സന്ദേശങ്ങളും CD-കളും കരസ്ഥമാക്കാൻ മറക്കരുത്. തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്പറിൽ വിളിക്കാം. കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച വീണ്ടും ബ്ലെസ്സിങ് ടുഡേയിലൂടെ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മെയ്ഡ് എലൈവ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ടവർ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: എസ്തേർ ആരുടെ വിചാരണയിലാണ് രാജധാനിയിൽ ആയിരുന്നത്? അണ്ടർ ഹൂസ് കെയർ വാസ് എസ്തേർ ഇൻ ദ സിറ്റാഡൽ ഓഫ് ശൂഷൻ? ഓപ്ഷൻസ്: എ മൊർദെഖായ്, ബി അബിഗൈ, സി അഹേശ്വരസ്, ഡി ഹേഗൈ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ആയം ബുക്സ് ആണ്.